ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PDP ചെറുന്നൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിലേക്ക് നടത്തുന്ന ആദ്യ സമരമല്ലിത്. ഒരുപാട് സമരങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരിക്കലും അവസാന സമരവും ആയിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഈ ഭരണം ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ അറിവിൽ മൂന്നാമത്തെ സമരമാണ് ഈ നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ ഭരണം ഏറ്റെടുത്ത ഉടൻ തന്നെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് തൻസിൽ പുള്ളി ഭരണ പരിഷ്കാരങ്ങളുടെ ഭാഗമായി പാലച്ചിറയില് നിർധനരായ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന പരിപാടിയാണ് ആദ്യം തുടങ്ങിയത്. ആദ്യം പാർശ്വവൽക്കൃത ജനസമൂഹങ്ങളിൽപ്പെട്ട അടിസ്ഥാന വർഗ ജനതയിൽപ്പെട്ട തെരുവോരങ്ങളിൽ കച്ചവടം നടത്തി ഉപജീവനമാർഗം നടത്തുന്ന സാധാരണക്കാരുടെ മേലിൽ തന്നെയാണ് കൈവച്ചത്. എവിടെ സാധാരണക്കാരനെ പ്രൊട്ടക്ട് ചെയ്യാത്ത ഭരണം വരോ അവിടെയൊക്കെ എന്തായിരിക്കും തിക്തഫലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പന്നരെ തൃപ്തിപ്പെടുത്തുക എന്നതായിരിക്കും ആ ഭരണാധികാരിയുടെ ലക്ഷ്യം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇവിടെ ഭരിക്കുന്നത് ശശികലയാണ്, പഞ്ചായത്ത് പ്രസിഡന്റ്. പേരിന് ഭരണം പേരിന് മാത്രമായി അധികാരങ്ങള് അവർണ ജനവിഭാഗങ്ങൾക്ക്, സ്ത്രീകൾക്ക് കൂടി ലഭ്യമാകണമെന്ന ഉദ്ദേശശുദ്ധിയോടുകൂടി ഭരണഘടന വിഭാവനം ചെയ്ത് അധികാര സ്ഥാനത്തിലേക്ക് വനിതകളെയും പിന്നോക്കക്കാരെയും ദളിതുകളെയും ഒക്കെ എത്തിക്കുമ്പോൾ തന്നെ അവിടെ കടന്നുകയറ്റം നടത്തുന്നതിന് വേണ്ടി പിന്നാമ്പുറത്ത് ചില കരുക്കൾ നീക്കുന്നതിനായി ചിലരെ പ്രതിഷ്ഠിക്കാറുണ്ട്. അത്തരത്തിൽ ഒരാളിനെയാണ് തൻസിൽ എന്ന് പറഞ്ഞ് പിൻസീറ്റ് ഡ്രൈവിംഗിന് വേണ്ടി കോൺഗ്രസ് നിയമിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഭരണം ആരാണ് ഭരിക്കേണ്ടതെന്ന തിരിച്ചറിവ് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ സമയത്ത് തന്നെ തൻസിലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചേരിതിരിവുണ്ടാവുകയും സമ്പന്ന വർഗങ്ങൾക്ക് വേണ്ടിയിട്ട് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റിനെ മറികടക്കുന്ന നിലയിൽ കാര്യങ്ങൾ എത്തപ്പെടുകയും ചെയ്തു എന്നതാണ് ഈ പഞ്ചായത്തിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പാവങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് സമ്പന്നരെ തൃപ്തിപ്പെടുത്തുന്നതിനായും അഴിമതി നടത്തി തന്റെ പ്രസ്ഥാനത്തിനകത്തൊപ്പമുള്ള സമ്പന്നരായ ആളുകളുടെ കാര്യങ്ങൾ നേടിക്കൊടുക്കുന്നതിനും വഴിവിട്ട കാര്യങ്ങൾക്കും വേണ്ടി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കണ്ടത്. പാലച്ചിറയിൽ അദ്ദേഹം ഒരു ബാങ്കിന് തുടക്കം കുറിച്ചു. അദ്ദേഹമാണ് മുൻപന്തിയിൽ നിന്ന് ബാങ്കിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. സത്യം പറയട്ടെ, അവിടെ കയ്യേറ്റങ്ങൾ ഏതുണ്ടോ സമ്പന്നന്റെ കയ്യേറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സംരക്ഷിക്കപ്പെടണമെന്ന് കരുതുന്ന ആളാണ് തൻസിൽ. ആ വാർഡിലെ മെമ്പർ കൂടിയാണ്. എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ്. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. ലാൽ ഹാർഡ്വെയർ ഉടമ മോഹൻലാല് ഈ റോഡ്, അതായത് ദളവാപുരം മുതൽ നടകര വരെ പോകുന്ന റോഡിന്റെ ഏറ്റവും കണ്ണായ പ്രദേശത്ത് കയ്യേറ്റം നടത്തിയിട്ട് ബഹുനില കെട്ടിടം നിർമ്മിച്ച് അതിന് സാക്ഷന് വേണ്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുമ്പോൾ അന്നിരുന്ന പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാറിനോട് പറഞ്ഞ് ഒരു കാരണവശാലും ഈ കെട്ടിടത്തിന് നിങ്ങൾ നമ്പറിട്ട് കൊടുക്കരുത്, ഇത് കയ്യേറിയ ഭൂമിയിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് പറഞ്ഞിട്ട് അയാൾ അതിന് സന്നദ്ധമായില്ല, കൂട്ടാക്കിയില്ല, നമ്പറിട്ട് കൊടുത്തു. അതിന് ഭരണത്തിന്റെ പിൻബലമുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. തുടർന്ന് ഈ അനിൽകുമാറിനെ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് ഓംബുഡ്സ്മാനിൽ നടന്ന കേസിനകത്ത് ആ ബിൽഡിംഗ് പൊളിച്ചു മാറ്റണമെന്നും കയ്യേറ്റം തിരിച്ചുപിടിക്കണമെന്നും ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടിട്ടും നാളെ വരെയും അത് നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ സമ്പന്നന്മാർക്ക് കയ്യേറ്റത്തിന് അവസരമുണ്ടാക്കുന്നു, പാവങ്ങളെ കുടിയൊഴിപ്പിക്കൽ നടപടികളിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് ഈ പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ ചെയ്യുന്നത് എങ്കിൽ ആ ദുർഭരണത്തിനെതിരെ, ഈ അഴിമതികൾക്കെതിരെ, ഈ സ്വജനപക്ഷപാതത്തിനെതിരെയാണ് PDPയുടെ സമരം. ഈ സമരം തീരില്ല. നിങ്ങൾ എവിടെയൊക്കെ ആരെയൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്, നാളുകളിൽ ആ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും തകർന്നടിയുന്ന ഒരു ചരിത്രം വരിക തന്നെ ചെയ്യും, നിങ്ങൾ എത്ര സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാലും.
അവിടെ പാവങ്ങളെ കുടിയൊഴിപ്പിച്ച് വണ്ടിക്കട നടത്തിയിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ കുടിയൊഴിപ്പിക്കപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടു എങ്കിൽ അദ്ദേഹത്തിന്റെ ആ മരണത്തിന് ഉത്തരവാദിയായവർ നാളുകളിൽ ഈ മണ്ണിൽ അതിന്റെ എല്ലാവിധ ദുരനുഭവങ്ങളും അനുഭവിച്ചേ പോവുള്ളൂ എന്ന കാര്യം മറന്നു പോകരുത്. കാരണം സർവശക്തനായ നാഥൻ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ, അങ്ങനെ ഒരു പ്രപഞ്ച സൃഷ്ടാവുണ്ടെങ്കിൽ നിങ്ങളെ കാട്ടിക്കൂട്ടുന്ന മുഴുവൻ ചെയ്തികൾക്കുമെതിരെയുള്ള ഫലം ഈ രാജ്യത്തും അനുഭവിച്ചേ പോവുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് മാത്രം അധികാരപ്പെട്ടതല്ല, ഇത് ഭരണഘടനാപരമായി ഓരോ പൗരനും അവകാശപ്പെട്ട ഓരോ കാര്യങ്ങളും നിങ്ങൾ വഴിവിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കൈകാര്യം ചെയ്യുമ്പോൾ യഥാർത്ഥ അർഹരായവർക്ക് നഷ്ടപ്പെടുകയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നാളെ നിങ്ങൾ ഈ മണ്ണ് വിട്ടു പോകുമെന്നൊരു ചിന്ത ഉണ്ടാവണം. നന്മകൾ ചെയ്തു പോകാനുള്ള നല്ല മനസ്സുണ്ടാവണം. നിങ്ങൾക്കൊക്കെ ആ നന്മയുള്ള നല്ല മനസ്സുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും ഉപസംഹരിക്കുകയാണ്. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച PDPയുടെ നേതാക്കൾക്ക് എല്ലാ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മർദ്ദിത ഐക്യം സിന്ദാബാദ്, PDP സിന്ദാബാദ്.